സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചിലയിടങ്ങളിൽ ഓവുപാലങ്ങളും അഴുക്കുചാലുകളും പാതി വഴിയിലാക്കിയതൊഴിച്ചാൽ കാര്യമായ പുരോഗതികൾ ഉണ്ടായിട്ടില്ല. ഇത് കാരണം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അമ്പലപ്പടി ബൈപ്പാസ് റോഡ് കിടക്കുന്നത്. VMC ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് സ്കൂൾ, ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം, ഗുരുകുലം വിദ്യാനികേതൻ, ട്രഷറി, AO, DO, ചേതന ഹോസ്പിറ്റൽ തുടങ്ങിയ വണ്ടൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബൈപ്പാസ് റോഡ് കൂടിയാണിത്. കൂടാതെ വീതി കുറവുള്ളതും തിരക്ക് കൂടിയതുമായ വണ്ടൂർ മഞ്ചേരി റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. പഞ്ചായത്ത് ബ്ലോക്ക് അധികാരികൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ലെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബോർഡുകൾ വെച്ചതല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. വണ്ടൂർ പഞ്ചായത്തിലെ അമ്പലപ്പടി ബൈപ്പാസിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ നാട്ടുകാരിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഒരുപാട് തവണകളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ടിരിക്കും. കാരണം ഈ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത് ഈ വണ്ടൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലൊന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ വീതി കുറവുള്ള തിരക്ക് കൂടിയ റോഡാണ് വണ്ടൂർ മഞ്ചേരി റോഡ്. അപ്പം ആ മഞ്ചേരി റോഡിലേക്കുള്ള തിരക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ VMC ഹയർ സെക്കൻഡറി സ്കൂള്, ഗേൾസ് സ്കൂള്, ഓട്ടൺ സ്കൂള്, ഗുരുകുലം സ്കൂള്, AE ഓഫീസ്, DE ഓഫീസ്, ട്രഷറി തുടങ്ങിയ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനം ചേതന ഹോസ്പിറ്റൽ, ക്യാൻസർ സെൻറ്റർ, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം പോവാൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബൈപ്പാസ് റോഡാണിത്. ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലങ്ങളായി. അപ്പോൾ ഇതിൻ്റെ പണി ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന് AE ഓഫീസിൽ AEനോട്, പഞ്ചായത്ത് AEനോട് ചോദിച്ചാൽ പഞ്ചായത്ത് AEക്ക് കൃത്യമായിട്ട് മറുപടിയില്ല. പഞ്ചായത്ത് സെക്രട്ടറിനോട് ചോദിച്ചാൽ സെക്രട്ടറിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ തന്നെ ബ്ലോക്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിലെ പ്രസിഡന്റിനോ അതുപോലെ ബാക്കിയുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പൊ പറയുന്നത് ഇത് ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ടതാണ്, ആയിരിക്കാം. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് 50 ലക്ഷം രൂപ ഈ റോഡിന് പാസ്സായി എന്ന് പറഞ്ഞിട്ട് CPMന്റെ ആളുകള് ഇവിടെ സർക്കാർ പാസ്സാക്കി എന്നുള്ള ബോർഡും അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അല്ലെങ്കിൽ MLA പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ ഇതാ ഇപ്പൊ കാണാനുള്ള ഈ ഇലക്ഷന്റെ സമയത്ത് എടുത്ത് ഇപ്പൊ ഒരു 10-20 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റിയ ബോർഡുകളാ. ഒരു 6 മാസത്തോളമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ഈ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെട്ട ബോർഡാണ്, MLA കൊണ്ടുവന്ന പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1,15 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി പാസ്സാക്കി എന്നാ പറഞ്ഞ്. അതിലിപ്പോ അവിടെ ഇവിടേക്ക് ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ഓവുചാലിന്റെ നിർമ്മാണം കണ്ടു, അതുപോലെ തന്നെ കൾവട്ടറും നമ്മൾ നിർമ്മിച്ചത് കണ്ടു. അതും 45 ലക്ഷം രൂപ ഫണ്ട് വെച്ച് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. 2 ഭാഗങ്ങളും പൂർണ്ണമായിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, പല ഭാഗങ്ങളിലും അവിടെ ഇവിടെയായിട്ട് കുറെ ഓവുചാല് നിർമ്മിച്ച് അതിന് കുറെ കൾവട്ടർ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ അടിസ്ഥാനമായിട്ട് ഒരു റോഡിന് വേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെ, കൃത്യമായി സർവേ ചെയ്യാതെ, റോഡിന്റെ വീതി പൂർണ്ണമായി ഉൾക്കൊള്ളാതെ വെറുതെ രീതിയിലുള്ള ഒരു പണി മാത്രമാണ് ഇപ്പൊ ഇവിടെ നിലവിൽ നടക്കുന്നില്ല. പണി നടക്കുന്നേ ഇല്ല. ഇപ്പതാ കുറച്ചു ദിവസം മുന്നേ കൊണ്ടുവന്നിട്ട് അവിടെ മുതൽ ഇതാ ഇവിടം വരെ കുറെ മണ്ണടിച്ചിട്ടു. ഇതെന്തിനാണ് മണ്ണടിച്ചത്, എന്താണ് മണ്ണടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയില്ല. ഇപ്പൊ ഇതിന്റെ പൊടി വാറിയിട്ട് ഇത് കൂടെ വാഹനങ്ങൾ പോകുന്നതും ആളുകൾക്ക് നടക്കുന്നതിനൊക്കെ ദുസ്സഹായി തീർന്നു. കുട്ടികൾ പരീക്ഷയ്ക്ക് പോണ റോഡാണ് ഈ റോഡ്. ഇവിടെ മുതൽ അവിടം വരെ എടുത്തു നോക്കിയാൽ വളരെ വീതി കുറഞ്ഞ് ശുഷ്കമായിട്ടുള്ള ഒരു റോഡാണ്. കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് മുഴുവൻ അധികാരികളോടും നമ്മൾ എല്ലാവരോടും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്താണെങ്കിലും മറ്റേ സർക്കാരിന്റെ ഭാരവാഹികളാണെങ്കിലും ഒക്കെ നിരന്തരം ഉപയോഗിക്കുന്ന റോഡായിട്ട് പോലും ഇവരാരും ഈ റോഡിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ഇതാക്കി. പഞ്ചായത്തിലെ ബ്ലോക്കിലെ AEനോട് ഇപ്പൊ സംസാരിച്ചാണ്, AXനോട് സംസാരിച്ചാണ്. അവര് നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ 1-ാം മാസത്തിലാണ് അവര് ജില്ലാ പഞ്ചായത്തിലേക്ക് എസ്റ്റിമേറ്റ് കൊടുത്തത്. അവർക്ക് അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്നും എസ്റ്റിമേറ്റ് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ നോക്കിയറിയാം, കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച എന്നാണ്. ആ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിൽ മുന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാണ് ഈ റോഡിന്റെ ബഡ്ജറ്റ്. അന്ന് തയ്യാറാക്കേണ്ട പ്ലാന് ഏകദേശം 6 മാസത്തോളം വലിച്ചു നീട്ടി ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ 50 ലക്ഷം കൊണ്ട് സാധാരണ ചെയ്യാവുന്ന ഒരു 50 ലക്ഷത്തിൽ കൊണ്ട് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പറയാം 1.5 മാസം കൊണ്ട് ഈ റോഡ് പൊട്ടുന്നു. അപ്പൊ അത്തരത്തിലുള്ള റോഡ് ചെറിയ പൈസയ്ക്ക് പണിയെടുത്ത് തീർക്കാം എന്നുള്ള
ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ എസ്റ്റിമേറ്റ് കൊടുക്കാതെ വൈകിപ്പിച്ച് അവസാന ഘട്ടത്തിലുള്ള പൈസനെ കൊണ്ട് ചെയ്യട്ടെ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ റോഡ് ഉള്ളതൊന്ന് നേരെയാക്കി കിട്ടട്ടെ എന്ന കാഴ്ചപ്പാടിക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം ഉപയോഗിക്കുകയാണെന്നുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അത് ഇന്ന് സത്യത്തിൽ സത്യമായി തീർന്നു. റോഡ് നന്നാക്കാത്തതിനാൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ്. എന്താ വെച്ചാല് ഞാൻ ഇപ്പോൾ ഏകദേശം പോകലാണെങ്കിൽ ഒരു 2-2.5 കൊല്ലത്തിന്റെ മേലേക്കാണ്. ഇപ്പൊ ഏകദേശം ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലമായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അടിയിൽ ഏകദേശം 2 വട്ടം ഫുള്ള് മെയിൻ്റെനൻസും മറ്റുള്ള കാര്യങ്ങളും ഷോക്ക് അബ്സറും ഒക്കെ വരുന്നുണ്ട്. ഒരു റോഡല്ലേ കിടക്കണത്, ഡെയിലി നമുക്ക് പാസിങ്ങുള്ള റോഡാണ്, ബൈപ്പാസായിട്ട് നമ്മൾ ഉപയോഗിക്കണതാണ് അല്ലേ. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, അധികാരികളുടെ അടുത്തും വരികയാണെങ്കിൽ ഏറ്റവും നന്നായി. മഴയ്ക്ക് മുൻപേ പണി തീർത്തില്ലെങ്കിൽ ഇതിലൂടെ കാൽനട പോലും ദുസ്സഹമാകും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.